പോയിട്ടുള്ളത് ഇനി ആരൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഇത് വളരെ ശാസ്ത്രീയമായി കൂടി അത് നമ്മൾ ആ പ്രവർത്തനം നടത്തുകയാണ്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആരെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ പൊതുജനാരോഗ്യ അധികാരികളുടെ നിലയിൽ നിയമം ആ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇതിൽ 5 പേരാണ് സിംറ്റംസ് ഉള്ള 5 പേര് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലുണ്ട്. ഒരു ആൾ ഈ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ്, മറ്റൊരു ജില്ലയിലാണ്, എറണാകുളം ജില്ലയിലാണ് ഉള്ളത്. അത് ഐഡന്റിഫൈ ചെയ്തിരുന്നു. അവിടെ ആശുപത്രിയിലേക്ക് ഐസൊലേഷനിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ 5 പേരുള്ളത് ഐസൊലേഷനിലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ളത്. അതുപോലെ എറണാകുളത്ത് ഉള്ള വ്യക്തി ഐസൊലേഷനിലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആശുപത്രിയിലേക്ക് ഐസൊലേഷനിലാക്കുന്നത്. റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ ഭേദഗതികൾ വരാം. കാരണം പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. വീട് ബന്ധുക്കളുമായിട്ടും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുമായിട്ടും ഒക്കെ തന്നെ ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. 25-ാം തീയതിയാണ് പനി തുടങ്ങിയത്. 26-ാം തീയതി വളാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് കാർ മുഖേന ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. തിരിച്ച് ഹസ്ബൻഡിന്റെ ബൈക്കിലാണ് വീട്ടിലെത്തിയിട്ടുള്ളത്. 27-ാം തീയതി വീട്ടിലാണ് ഉണ്ടായിരുന്നത്. 28-ാം തീയതി വീണ്ടും അവിടെ വീട്ടിൽ നിന്ന് ബൈക്കിൽ ഹസ്ബൻഡിനൊപ്പം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയിട്ടുണ്ട് വളാഞ്ചേരി. വീട്ടിൽ തിരിച്ച് അങ്ങനെ തന്നെ ബൈക്കിൽ വീട്ടിൽ തിരിച്ചു പോയിട്ടുണ്ട്. 29-ാം തീയതി വീണ്ടും വീട്ടിൽ നിന്ന് അവിടെ ലാബിൽ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു. അപ്പൊ ആ ലാബിൽ ഒരു സുധർമ്മ ലാബ് എന്ന് പറഞ്ഞൊരു ലാബിലാണ് അവിടെ പോയിട്ടുണ്ട്. ഡോക്ടറുടെ ക്ലിനിക്കിൽ പോയിട്ടുണ്ട്. പിറ്റേ ദിവസം 30-ാം തീയതി വീട്ടിൽ നിന്ന് ലാബിൽ പോയി വീണ്ടും പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൽ ബ്രദേഴ്സ് ലാബ് എന്ന് പറഞ്ഞിട്ട് ലാബിലാണ് പരിശോധിച്ചിട്ടുള്ളത്. 1-ാം തീയതി വീട്ടിൽ നിന്ന് ബൈക്കിൽ വീണ്ടും ലാബിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ബ്രദേഴ്സ് ലാബ്. പിന്നെ ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഗീതയുടെ ആണ് കൺസൾട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വേവാർഡായിരുന്നു, പക്ഷെ റൂമാണ്. കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നു 10 മുതൽ 11 വരെയുള്ള സമയം ഇത് റൂമിലാണ് ഉണ്ടായിരുന്നത്. റൂമിൽ നിന്ന് 2-ാം തീയതി ICUയിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഉള്ളത്. അപ്പൊ ഈ റൂട്ട് മാപ്പ് മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ നൽകുന്നതാണ്.